ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടതുപോലെ ലോ റൗണ്ട് കോളറാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ അതിൻ്റെ ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നതാണ് ആദ്യം കാണിക്കുന്നത്. ഫോൾഡ് ആക്കിയിട്ടുള്ളൊരു പീസാണ് ഞാൻ അവിടെ എടുത്തിട്ടിരിക്കുന്നത്. ഏകദേശം കോളറിന് എത്രത്തോളം ലെങ്ത് ആവശ്യം വരുമെന്നുള്ളത് കണക്കാക്കി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തേക്കാണ്. അതിനുശേഷം ഫോൾഡ് ചെയ്ത ആ സൈഡിൽ ഫോൾഡെന്ന് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. ആ സ്ട്രേറ്റ് ലൈൻ വരച്ചതിലാണ് നമ്മൾ നമ്മുടെ കോളറിനുള്ള മെഷർമെൻറ്റ് എടുക്കാനായിട്ട് ടോപ്പിനെ വെച്ച് കൊടുക്കേണ്ടത്. ടോപ്പിൻ്റെ കോളർ സൈഡ് ഫോൾഡ് ചെയ്തെടുത്തേക്കാണ്, ക്യാൻവാസ് ഫോൾഡ് ചെയ്തതുപോലെ തന്നെ ബാക്ക് നെക്കാണ് ഞാൻ അവിടെ ഫോൾഡ് ചെയ്ത പോർഷനിൽ പിടിച്ചേക്കുന്നത്. ഓക്കെ, ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ പോർഷനാണ് എൻ്റെ കയ്യിൽ പിരിക്കുന്നത്. അത് നമ്മൾ ക്യാൻവാസിൻ്റെ ഫോൾഡിങ് ആയിട്ടുള്ള അതേ സൈഡിൽ തന്നെ സെറ്റാക്കി കൊടുക്കുകയാണ്. ആ ലൈനിൽ സെറ്റായിട്ട് പിടിക്കുകയാണ്. അവിടെ നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ലൈൻ വരുന്നുണ്ടല്ലോ, ആ സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ, അവിടെ നമ്മളൊന്ന് പെൻസിലോ എന്തെങ്കിലും വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നമ്മൾ ആ സ്ട്രേറ്റ് ലൈനിൽ തന്നെയാണ് ആ ടോപ്പിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ സെറ്റാക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത പീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് അതുപോലെ തന്നെ വരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള പോർഷനാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ആ ഫ്രണ്ടിലോട്ട് വരുന്ന കർവ് എങ്ങനെയാണ് വരുന്നത് എന്ന് പലർക്കും അറിയാറില്ല. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ബാൻഡാണ് കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാറുള്ളത്. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു പീസ് ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേന് നമുക്ക് അത് ബൾജിങ് ആയിട്ട് നിൽക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ബാക്ക് പോർഷൻ ഫോൾഡിങ് സൈഡിൽ ഞാൻ അവിടെ കറക്റ്റ് വെച്ച് അറ്റാച്ച് ചെയ്ത് പിൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ടിലോട്ടുള്ള നെക്ക് ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഏകദേശം ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വരെ അങ്ങനെ തന്നെ വെക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ടുള്ള കർവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്തേക്കുന്ന പീസ് എങ്ങനെയാണ് വെച്ചേക്കുന്നതെന്ന് കണ്ടല്ലോ. ഇനി ആ ടോപ്പിൻ്റെ പീസ് നമ്മൾ മാറ്റിയതിന് ശേഷം ക്യാൻവാസിൽ ഇപ്പോൾ ഇത്രയും എടുത്തേക്കുന്ന ആ റൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തേക്ക്. അവസാനം നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി ഒരു 3/4 ഇഞ്ചിനേക്കാൾ ഒരു പോയിൻറ്റും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാനിതിൽ. എന്നാൽ 1 ഇഞ്ച് കറക്റ്റ് എടുത്തിട്ടില്ല. ഓക്കെ, അതിൻ്റെ 1 ഇഞ്ചിൻ്റെയും 3/4 ഇഞ്ചിൻ്റെയും ഇടയിൽ വരുന്ന പോയിൻ്റ് വെച്ചിട്ടാണ് ഞാനവിടെ മാർക്ക് ചെയ്തേക്കുന്നത് കോളറിന് വേണ്ടിയിട്ട്. എനിക്ക് അത്രയും കോളറിന് വിഡ്ത്ത് അത്രയും മതി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ടേപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ അത്രയും പോർഷൻ നമ്മൾ എത്രത്തോളം റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അത്രയും പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് പോവാണ്. ഓക്കെ, കാണുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി നമ്മളിപ്പോൾ ആദ്യം സ്ട്രേറ്റ് ലൈൻ വരച്ചിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കോളറിനുള്ള മാർക്കിംഗ് കൊടുത്തേക്കുന്നത്. ക്യാൻവാസിൽ ഉള്ളിലോട്ടാണ് നമ്മൾ മാർക്കിംഗ് എടുത്തേക്കുന്നത്. കോളറിന് വരുമ്പോൾ എപ്പോഴും നമ്മൾ വിഡ്ത്ത് വൈഡ് കുറഞ്ഞ് നമുക്ക് വേണ്ട നെക്കിനേക്കാൾ ഉള്ളിലോട്ടാണല്ലോ കോളർ നിൽക്കേണ്ടത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ക്യാൻവാസിൽ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലോട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒന്നും കൂടി കൺഫേം ചെയ്യാണ് നമുക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത്. ഒന്നും കൂടി ആ ഫോൾഡിങ് സൈഡിൽ നമ്മുടെ ടോപ്പ് വെച്ചതിന് ശേഷം ബാക്ക് നെക്ക് സെറ്റാക്കി വെച്ചു, ഫ്രണ്ട് നെക്ക് കറക്റ്റ് ചെയ്ത് പിടിക്കുകയാണ്. ഓക്കെ, കൈ എടുക്കാതെ നമ്മൾ കറക്റ്റ് ചെയ്ത് പിടിച്ചു പോകണം. അല്ലെങ്കിൽ നമുക്ക് മെഷർമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും കോളർ സെറ്റാക്കുമ്പോഴത്തേനും അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ അവിടെയുള്ള നമുക്ക് മെഷർമെൻറ്റ് ക്ലിയർ ചെയ്തു. അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു. ഇനി കർവ് സ്കെയിൽ വെച്ച് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കർവ് സ്കെയിൽ വെച്ച് നമുക്ക് അവിടെ ഒന്ന് കർവ് ചെയ്തെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് തന്നെ നമുക്ക് അവിടെ കർവ് ചെയ്തെടുക്കാം. ഓക്കെ, ഫ്രീ ഹാൻഡായിട്ട് നമുക്കൊന്ന് കർവ് ചെയ്തെടുക്കാം. ഇത്രയും പറഞ്ഞ അത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എവിടെയെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി വാച്ച് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേനും നമ്മളിതിനെ കട്ട് ചെയ്ത് പിന്നെ സ്റ്റിച്ചിങ്ങിലോട്ടാണ് കിടക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കുറച്ചൊന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് 2 പീസ് ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഫോൾഡിങ് പീസാണ്. അപ്പോൾ താഴെയും മേലെയും ഓരോ കഷ്ണങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് പിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേനും രണ്ടും രണ്ടളവിലോട്ട് മാറിപ്പോവാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരമൊരു സാധ്യത നമ്മൾ ഒഴിവാക്കുന്നതാണല്ലോ നല്ലത്. ഓക്കെ, അപ്പോൾ കേവ് വരുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ് മൊത്തത്തിൽ ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. രണ്ട് സൈഡും രണ്ട് മെഷർമെൻ്റ് ആയിപ്പോവും, അല്ലെങ്കിൽ രണ്ട് ഷേപ്പായിപ്പോവും. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വീനോച്ച് ഇട്ട് കൊടുക്കുകയാണ്. അത് ഏതൊരു പീസും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ലീവിനാണെങ്കിലും നെക്കിനാണെങ്കിലും ക്യാൻവാസ് എല്ലാം കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും നമ്മൾ എവിടെയാണോ ഫോൾഡിങ് കൊടുക്കുന്നത് അതിൻ്റെ ആ സെൻറ്റർ പോർഷനിൽ നമ്മളൊരു വീനോച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം അത് ഓപ്പൺ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. കണ്ടോ, കോളറിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളതൊരു ഫാബ്രിക്കിലേക്ക് വെച്ച് അയൺ ചെയ്യാണ്. ഓക്കെ, അതിനെ തേച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ വേറൊരു പീസും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ മേലെ ഇരിക്കുന്ന പീസിലേക്ക് നമ്മളത് അയൺ ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ അതുമ്മയുള്ള ഗമ്മ് ആ ഫാബ്രിക്കിലേക്ക് നല്ലപോലെ ഒട്ടിപ്പിടിക്കണം. അപ്പോൾ അയൺ ചെയ്തെടുത്തതിന് ശേഷം ആ നെക്ക് നമ്മളിപ്പോൾ കോളറിനെ എങ്ങനെയാണോ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുത്ത് ആ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആദ്യം വൺ സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കോളറിൻ്റെ ഷേപ്പ് കൊടുത്ത സൈഡ് ഉണ്ടല്ലോ, ആ സൈഡാണ് നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതായത് നോർമലി നമ്മൾ പറയുമ്പോഴത്തേനും അതിൻ്റെ ലെങ്ത്ത് കുറവുള്ളൊരു സൈഡ് ഉണ്ടല്ലോ, നമ്മൾ മേലേക്ക് വരുന്ന ഒരു പോർഷൻ കേവ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സൈഡ്, ആ സൈഡാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു, ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് കളഞ്ഞു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ലൈൻ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ബാലൻസ് ഉള്ള മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. നല്ല ക്ലിയർ ആയിട്ട് വരച്ച് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഓക്കെ, അല്ലെങ്കിൽ പലപ്പോഴും പല മെഷർമെൻറ്റിലൊക്കെ ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ താഴത്തെ മെറ്റീരിയലും മേലെയുള്ള മെറ്റീരിയലും തമ്മിൽ വഴുതി പോകാനോ എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പിൻ ചെയ്ത് അയൺ ചെയ്തൊക്കെ നമ്മൾ എടുക്കണം. ഓക്കെ, ഇനി ഈ ഒരു പീസിനെ നമ്മൾ നിവർത്തിയെടുത്തതിന് ശേഷം ക്യാൻവാസ് വെച്ചേക്കുന്ന ആ ഒരു പോർഷനിൽ ആ ബാലൻസ് ഇപ്പോൾ നിൽക്കുന്ന 1/4 ഇഞ്ച് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് അയൺ ചെയ്ത് സെറ്റാക്കി എടുക്കുക. അതിന് ശേഷം ഒന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു പോർഷൻ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന 1/4 ഇഞ്ച് ആ ഒരു വൺ സൈഡിൽ മാത്രം ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പുറേ സൈഡിലുള്ള ആ ഒരു പീസ് നല്ലപോലെ നിവർത്തി പിടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഒരു പോർഷൻ. ഓക്കെ, കർവ് വരുന്ന ആ ഒരു സൈഡിൽ എത്തുമ്പോഴത്തേനും നമ്മളൊന്ന് നിർത്തി സാവകാശം സ്റ്റിച്ച് ചെയ്ത് പോവാം. അതിനുശേഷം നമ്മൾ ആ കർവിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആ രണ്ട് പീസിനെയും രണ്ടായിട്ട് തന്നെ ഒന്ന് മറിച്ചെടുക്കണം. അതിന് മുന്നേ ഞാൻ ഒന്ന് കാണിച്ചു തരാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഫോൾഡ് കണ്ടോ, കറക്റ്റ് ഫോൾഡ് ചെയ്ത് അവിടെ ഒന്ന് വീനോച്ച് കൊടുക്കണം. സെൻറ്ററിൽ വീനോച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കോളറിൻ്റെ പീസ് ബോഡി പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ഉൾവശത്താണ് നമ്മൾ ഈ
കോളറിൻ്റെ പീസ് സെറ്റാക്കി കൊടുക്കുന്നത്. കോളറിൻ്റെ പീസ് സെറ്റാക്കി കൊടുക്കുമ്പോൾ ക്യാൻവാസ് വെച്ചിട്ടുള്ള സൈഡല്ല നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലാതെ അപ്പുറേ ഉണ്ടായിരുന്നൊരു പീസ് ഉണ്ടല്ലോ, ആ പീസാണ് നമ്മൾ കോളറിൻ്റെ സൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയി ഒന്ന് കാണാം. ഓക്കെ, അതിനുശേഷം അവിടെ നമ്മളൊരു ജസ്റ്റ് ഒരു കെട്ട് പോലെ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം അടിച്ച് നിർത്തിയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് വരണം. ഓക്കെ, ഫ്രണ്ട് നെക്കിൻ്റെ അവിടേക്ക് വന്നിട്ട് അവിടെ ഒന്ന് നമ്മൾ ഇതേപോലെ ആ കോളറും നമ്മുടെ ഫ്രണ്ടിൽ ആ നെക്കിൻ്റെ എഡ്ജും കറക്റ്റായി വെച്ചതിന് ശേഷം ആ തുമ്പുണ്ടല്ലോ, നെക്കിൻ്റെ ആ തുമ്പ് വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അതും കൂടി കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമ്മൾ കെട്ടിട്ട് കൊടുക്കുമല്ലോ, അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് അവിടെ നിന്ന് അടിച്ച് പോന്നേക്കുക, ഫ്രണ്ട് പോർഷനിൽ നിന്ന് അടിച്ച് ബാക്കിലോട്ട് പോന്നേക്കുക. ഓക്കെ, അതായിരിക്കും നമുക്ക് നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടാനായിട്ട് കുറച്ചും കൂടി നല്ലത്. പലർക്കും തെറ്റ് പറ്റുന്ന ഈ ഒരു പോർഷനിലൊക്കെയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇതാണ്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും ബാക്കിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഈവണായിട്ട് ഒരുപോലെ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെയും അഴിച്ച് പണിയേണ്ട ഒരു സാധ്യത വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിൽ നെക്ക് പോർഷൻ്റെ അവിടെ കോളറൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ നിന്ന് വൺ സൈഡിൽ നിന്ന് നമ്മൾ കോളറ് സെറ്റ് ചെയ്ത് പയ്യെ സ്റ്റിച്ച് ചെയ്ത് വരാം. വളരെ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, വൺ സൈഡ് സ്റ്റിച്ച് ചെയ്ത് ബാക്കിൽ നമ്മൾ ആദ്യം പിൻ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, കോളർ പിൻ ചെയ്ത് വെച്ചിരുന്ന ആ പോർഷൻ, അവിടം വരെ എത്തിയതിന് ശേഷം അപ്പറേ സൈഡിൽ, അതായത് ഫ്രണ്ടിൽ നിന്ന് തന്നെ നെക്സ്റ്റ് സൈഡ് നമ്മൾ അതുപോലെ കോളർ കറക്റ്റ് ചെയ്ത് വെച്ച് പിൻ ചെയ്ത് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാം. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോളറിനെ എന്ത് ചെയ്യണ്ടേ, നമ്മൾ മറയ്ക്കണം അല്ലേ. അപ്പോൾ ഫ്രണ്ടിലോട്ട് മറിച്ച് അതിനെ പ്രസ് ചെയ്ത് നമുക്കൊരു അടിപ്പ് കൊടുക്കണം. ഓക്കെ, പിക്കിൽ കാണുമ്പോഴത്തേനും ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്ത ഒരു സ്റ്റിച്ച് അവിടെ കിടപ്പുണ്ടാവും, അത് നമുക്ക് കാണാൻ പറ്റും. ആ സ്റ്റിച്ചിൻ്റെ കറക്റ്റ് മേലേക്കാണ് ഈ പീസിൻ്റെ തുമ്പ് വെച്ച് അടിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ഫൈനൽ സ്റ്റിച്ച് നമുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ആദ്യത്തെ ഒരു റൗണ്ട് നമ്മൾ കോളറും ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്ത ഒരു സെഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ, ഈ ഒരു സ്റ്റിച്ച് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് തന്നെ അടിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുക. ഇതാണ് നമുക്ക് ഫൈനൽ ലുക്ക് വരുന്നത്. പറഞ്ഞത് ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.